ഹായ് എവറി വൺ, ഞാൻ ഐമ ജേക്കബിന്റെ സ്വർഗരാജിലെ നിങ്ങളുടെ അമ്മു. ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു കുടുംബം, ഒരു ബിസിനസ്, ഒരു ജോലി, അങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ പോകാൻ തുടങ്ങും. പക്ഷേ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്നു കിടക്കും. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. വെൽക്കം ടു ദുബായ് മാം. ഗേൾ ഫ്രണ്ടുമായിട്ട് സംസാരിക്കണം. ഗേൾ ഫ്രണ്ടോ? എന്ത് നല്ല കുട്ടിയാന്നറിയോ? പള്ളിക്കാര്യത്തിലൊക്കെ എന്നാ ശ്രദ്ധയാ. നീ ഇതെങ്ങനെ ഒപ്പിച്ചു? ആൻഡ് സ്കിൻ ആൻഡ് ഫേസ് ആൻഡ് ബോഡി. ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫാമിലി ബേസ്ഡ് മൂവി. ഒരു NRI ഫാമിലിനെ പിക്ചറൈസ് ചെയ്താണ് ഈ മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതലും ഈ ഷൂട്ടിംഗ് നടന്നിരിക്കുന്നത് ഓൾ ഓവർ UAE, ലൈക്ക് ദുബായ്, ഷാർജ, അജ്മാനിലൊക്കെ ആയിട്ടാണ് ഷൂട്ടിംഗ് നടത്തിയിരിക്കുന്നത്. ഇതൊരു ലൈവ് സ്റ്റോറിയാണ്. വിനീതേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി സ്റ്റോറിയാണ് ഈ ജേക്കബിന്റെ സ്വർഗരാജ്യം. To talk about the role in the movie, my role in the movie, അമ്മു എന്നാണ് പേര്. ഒരു ക്യൂട്ട് ആൻഡ് ബബ്ലി ഗേൾ ആണ്. ഒരു 16-year-old ഗേൾ ആണ്. ഇതൊരു 6 members ഉള്ളൊരു ഫാമിലിയാണ്. ലൈക്ക് അപ്പ, അമ്മ ആൻഡ് 4 siblings. അപ്പ ആയിട്ട് രഞ്ജി സാറ്, ലക്ഷ്മി മാം, അമ്മയായിട്ട് നിവിൻ പോളി എൽഡർ ബ്രദറും ശ്രീനാഥ് പാസി സെക്കൻഡ് ബ്രദർ, തേർഡ് ഡോട്ടർ ഞാൻ അമ്മു, ആൻഡ് ദ യങ്ങർ വൺ ഇസ് സ്റ്റേസ്. ഒരു NRI ഫാമിലി. അവർ സെറ്റിലായിരിക്കുന്ന ദുബായിലാണ്. ഈ ഫാമിലിനെ പിക്ചറൈസ് ചെയ്താണ് ഈ മൂവി ഉള്ളത്. അതിലെ അമ്മുവായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഈ മൂവിയിലെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല, ഞാനൊരു ഡാൻസറാണ്. അപ്പം ഐ ഡു മെനി സ്റ്റേജ് ഷോസ്. അപ്പം ഞാൻ മൈഥിലി റോയ് ചേച്ചിയുടെ കൂടെ ഒരു സ്റ്റേജ് ഷോയിൽ കളിക്കാൻ ഒരു ചാൻസ് കിട്ടി. അപ്പം ആ ടൈമിൽ എങ്ങാണ്ടായിരുന്നു ദിനേശ് പ്രഭാകർ സാറ് ഒരു 16-year-old ഗേൾ, ദുബായ് സെറ്റിൽഡ് ആയിട്ടുള്ളൊരു കുട്ടീനെ അന്വേഷിക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു. അപ്പം മൈഥിലി ചേച്ചി ദിനേശ് സാറിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തു. അങ്ങനെ അവർ എൻ്റെ ഓഡീഷൻ എടുത്തു. ഡയറക്റ്റ് ഓഡീഷൻ എടുക്കാൻ പറ്റിയില്ല, ഒരു വീഡിയോ ഓഡീഷൻ ആയിരുന്നു. അങ്ങനെ എൻ്റെ ഡബ് സ്മാഷിൻ്റെ വീഡിയോസൊക്കെ എടുത്തു, എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അയക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെന്നെ സെലക്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് November 20th. November 19th എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. സോ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ സെലക്റ്റഡ് ആയിരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അന്ന് രാത്രി അവരെ പോയി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ മൂവിയിലോട്ട് സെലക്റ്റഡ് ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ അവർ ഫൈനലി എന്നെ സെലക്ട് ചെയ്തു. വിനീതേട്ടൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഈ മൂവിയിൽ നിന്നാൽ മതി. എൻ്റെ ഗ്ലാസസ് പോലും എന്നോട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞില്ല. ജസ്റ്റ് ഡു വാട്ട് ഐ ആം. അങ്ങനെയാണ് വിനീതേട്ടൻ എന്നോട് പറഞ്ഞിരുന്നത്. ഉപദേശിച്ചൂടെ? നടക്കൂല ഫിലിപ്പങ്ങളെ, ജീവിതത്തിൽ അത് നടക്കൂല. നീ സമ്മതിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ആശമുകിൽ അതിരിടാവാനിലായി പാരുന്നു നാം പറവകൾ പോലവേ. വിനീതേട്ടനെ പറ്റി പറയാനാണല്ലോ, ഓ മൈ ഗോഡ്, സച്ച് എ ഡൗൺ ടു എർത്ത് പേഴ്സൺ ആയിരുന്നു. ഭയങ്കര ഹമ്പിളായിരുന്നു. എപ്പോഴും എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എപ്പോഴും സെറ്റിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വഴക്ക് പറയുവാണെങ്കിൽ നമുക്ക് തോന്നത്തില്ല വഴക്ക് പറയുകയെന്ന്. എനിക്കൊരു സീനുണ്ടായിരുന്നു, പാടുന്ന സീൻ. അപ്പോൾ ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ ഫാസ്റ്റായിട്ടുള്ള പാട്ടൊന്നും എനിക്ക് പാടാൻ പറ്റില്ല. അപ്പം വിനീതേട്ടൻ ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയില്ല അത് ദേഷ്യപ്പെടുകയാണ്. പക്ഷെ ഞാനത് ചെയ്തു. അയ്യോ പാവം, എന്നെ ഒത്തിരി പറയുന്നല്ലേ എന്നൊക്കെ ഓർത്ത് ഞാൻ 2 കളിച്ചെങ്കിൽ ചെയ്തു. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞു. അത്രയും ഭയങ്കര നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് വിനീതേട്ടൻ. നിവിൻ പോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര കോമഡിയാണ്. നമ്മൾ എങ്ങനെ TV-യിൽ കാണുന്നു, ഫിലിംസിൽ കാണുന്നു അങ്ങനെ തന്നെയായിരുന്നു. സെറ്റിലും ഭയങ്കര കൂട്ടായിരുന്നു. ആക്ടിങ്ങിലൊക്കെ കുറച്ചൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യുമായിരുന്നു. മൊത്തത്തിലൊരു എന്താ പറയുക, എല്ലാവരും ആ സെറ്റിൽ ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടീമായിരുന്നു ദിസ് JSR. ക്രൂവിനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ആസ് ഐ മെൻഷൻ ബിഫോർ, ഭയങ്കര യങ് ആൻഡ് എനർജറ്റിക് ആണ്. വിനീതേട്ടൻ ഇങ്ങനെ എല്ലാവർക്കും പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുമ്പോൾ ആ എനർജി തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹാപ്പിയൊക്കെ ആയിട്ടായിരുന്നു. എന്നെ ഒരു ന്യൂ കമ്മറായിട്ടൊന്നും ആ ടീമിൽ ട്രീറ്റ് ചെയ്തില്ല. ഒരു ഫാമിലി മെമ്പറിനെ പോലെയായിരുന്നു എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. രഞ്ജി സാറാണെങ്കിലും ലക്ഷ്മി മാം ആണെങ്കിലും ഹീറോയിൻ റബ, സ്റ്റേസൻ, പ്രൊഡ്യൂസർ നോബൽ ചേട്ടൻ, പ്രൊഡ്യൂസറിൻ്റെ വൈഫ് ബോണി ചേച്ചി,
ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. മിക്ക ഷൂട്ടിങ്ങും ദുബായിലായ കാരണം ഞാനിവിടെ സെറ്റിലായ കാരണം ഞാൻ തന്നെയായിരുന്നു ഷൂട്ടിങ്ങിന് പോയി വരുന്നത്. ബിക്കോസ് അച്ഛയ്ക്കും അമ്മയ്ക്കും വർക്കൊക്കെ ഉള്ള കാരണം ദേ കുഡൻ കം വിത്ത് മീ. അപ്പം അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും എനിക്കില്ലായിരുന്നു. അവിടെ ചെന്ന് ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ നിൽക്കുന്നു അതുപോലെയൊക്കെ തന്നെയായിരുന്നു ഈ ടീമിൽ ചെന്നപ്പോഴും. അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിരുന്നു ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊരു BCom ഗ്രാജുവേറ്റ് ആണ്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ദുബായിലാണ്. എൻ്റെ പ്രൈമറി സ്കൂളിംഗ് ഞാൻ ഷാർജ ഇന്ത്യൻ സ്കൂളിലും എൻ്റെ സീനിയർ സെക്കൻഡറി സ്കൂളിംഗ് ഞാൻ നാട്ടിൽ കോട്ടയം മൗണ്ട് കാർമലിലാണ് ഞാൻ ചെയ്തത്. ഞാനൊരു ഡാൻസറാണ്. ഞാൻ 3 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാണ്. ക്ലാസിക്കലും വെസ്റ്റേണും ഞാൻ ഒരുപോലെ തന്നെ ചെയ്യും. പിന്നെ സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ അത്യാവശ്യം കുറേ സ്പോർട്സിലും കാര്യങ്ങളിലും ഒക്കെ ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പം BCom കഴിഞ്ഞിട്ട് MBA സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. MBA സ്റ്റാർട്ട് ചെയ്യാൻ ആക്ച്വലി 1 വർഷം ലേറ്റായി. ബിക്കോസ് എൻ്റെ BComൻ്റെ റിസൾട്ട് വരാനും നല്ല ലേറ്റായി. അപ്പോൾ ഈ BCom കഴിഞ്ഞിട്ട് ആ ഒരു ബ്രേക്കിലാണ് എനിക്ക് ഈ മൂവി ചെയ്യാൻ പറ്റിയത്. അപ്പം ആ ഒരു ഗ്യാപ്പ് ഇൻ 1 ഇയർ ഇങ്ങനെ പോയി എന്നുള്ളൊരു ഫീലിംഗ് എനിക്കൊന്നുമില്ല. സോ ഐ ഹാവ് ടൈം ടു സ്റ്റാർട്ട് മൈ MBA. ഇനി എൻ്റെ ഫാമിലിനെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾ ദുബായിൽ സെറ്റിൽഡ് ആണ്. അച്ഛൻ, അമ്മ, ട്വിൻ സിസ്റ്റർ, ഒരു യങ്ങർ സിസ്റ്ററും ഉണ്ട്. ഇതാണ് എൻ്റെ കൊച്ചു ഫാമിലി. അച്ഛൻ്റെ നെയിം സെബാസ്റ്റ്യൻ ജോൺ ആൻഡ് ഹി കാരീസ് ഔട്ട് ഹിസ് ഓൺ ബിസിനസ് ആൻഡ് ഹി ഈസ് വർക്കിംഗ് ഇൻ ദുബായ്. അമ്മയുടെ പേര് പ്രീത. ഷീ ഈസ് വർക്കിംഗ് ഇൻ ഷാർജ പോലീസ് ആസ് എ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്. എൻ്റെ ട്വിൻ സിസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അവൾ BCom കഴിഞ്ഞപ്പോഴേ ചാടിക്കറി വർക്കിലോട്ട് പോയി. അവളുടെ പേര് ഐന. അവളിപ്പോൾ MBA കൂടെ ചെയ്യുന്നുണ്ട്. എൻ്റെ സ്മോൾ സിസ്റ്ററിൻ്റെ പേര് ആനി ആൻഡ് ഷീ ഈസ് ഡൂയിങ് ഹർ +2. ഇനി എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ആരും ഈ മൂവി മിസ് ചെയ്യരുത്. ഒരു നല്ലൊരു ഫാമിലി ബേസ്ഡ് മൂവിയാണ്. എല്ലാവർക്കും കുടുംബസമേതം പോയി കാണാൻ പറ്റിയൊരു മൂവിയാണ്. ആരും ഇത് മിസ് ചെയ്യരുത്. വിനീതേട്ടൻ്റെ മാജിക്കാണ് ഈ മൂവിക്കകത്തുള്ളത്. വിനീതേട്ടൻ്റെ കൂടെ തന്നെ ഈ മാജിക്കിനൊരു പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ജോമോൻ ചേട്ടനാണ് എൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു നല്ലൊരു മൂവിയാണ്. അപ്പോൾ ആരും മിസ്സാക്കാതെ പോയി കാണുക ഈ മൂവി. എല്ലാവരും പ്രാർത്ഥിക്കണം. താങ്ക് യു. Dear Lord, may your grace and love be the foundation of this family. Till your kingdom come. Amen. Kingdom of Heaven. I like it. Me too.